ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 1.5 മീറ്റർ കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചിരിക്കുന്ന ഒരു ലൈൻ ഫ്രോക്കും അതിൻ്റെ കൂടെ തന്നെ മാച്ച് ചെയ്തിടാൻ പറ്റുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് തയ്ച്ച ഒരു പാൻറ്റീസിൻ്റെയും കൂടെ വീഡിയോ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിടാം. അതിനുശേഷം ഫോൾഡഡ് സൈഡിൽ നിന്ന് നമുക്ക് അളവുകൾ എടുക്കാം. ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ നിന്ന് വലതുവശത്തേക്ക്. ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് 4.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ചെസ്റ്റ് ഞാൻ 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കണം. ലൈനായിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. വേസ്റ്റ് ലെങ്ത്ത് നമുക്കൊരു 9.5 ഇഞ്ച് ഞാനിവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് കേട്ടോ, നമ്മൾ ഉടുപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ട് 23.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 22.5 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 23.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിടാം. അപ്പം നമ്മൾ നേരത്തെ ആം ഹോളിൻ്റെ അവിടെ വരച്ച് വെച്ചല്ലോ, അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എൻഡ് വരെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിർത്താം. നമ്മൾ സാധാരണ ലൈൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഷേപ്പ് അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുവരാം. താഴെ നിന്നൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഉടുപ്പ് ഇങ്ങനെ താഴത്തേക്ക് സൈഡ് വശം തൂങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്കൊക്കെ അടയാളപ്പെടുത്താം. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് നെക്കൊന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഷേപ്പ് ചെയ്ത് അതിൽ തന്നെയാണ് ഞാൻ വരഞ്ഞിരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഞാൻ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് 4ആയിട്ട് മടക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒറ്റ ഇതിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി വീണ്ടും നമുക്കിതൊന്നും കൂടി 4ആയിട്ട് തന്നെ മടക്കിയിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ 2 ഇഞ്ച് വരഞ്ഞിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് സോറി. ഇനി ബാക്ക് നെക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കുറച്ചും കൂടി ഇറക്കിയല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാഞ്ഞത്. ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ബാക്കിൽ നമുക്കൊരു ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് 2.5 ഇഞ്ചൊന്ന് കട്ട് ചെയ്തിടാം. നമുക്ക് ബാക്കിൽ നമ്മൾ ഹുക്കാണ് വെക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്കും ആം ഹോളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് ക്രോസ് പീസ് അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻറ്റീസ് കട്ട് ചെയ്യാം. പാൻറ്റീസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ 2 പീസ് ക്ലോത്ത് എടുത്ത് നടുവേ മടക്കി ഇട്ടതാണ്. നടുവേ മടക്കി ഇട്ടതിൻ്റെ ലെങ്ത്താണ് 12 ഇഞ്ചും വിഡ്ത്ത് 11.5 ഇഞ്ചും കേട്ടോ. മടക്കി ഇട്ടതിന് ശേഷമുള്ള അളവാണ്. ഇതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത പീസാണ് കേട്ടോ. നടുവേ മടക്കിയ 2 പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷമല്ലേ നമ്മൾ അളവുകളെല്ലാം എടുക്കുന്നത്. അതിന് പകരമായിട്ട് 2 പീസ് നടുവേ മടക്കിയിട്ടതാണ്. കാരണം നമ്മളിത് ഉടുപ്പ് വെട്ടിയതിൻ്റെ ബാലൻസ് ഉള്ള പീസ് തുണി ആയതുകൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്കത് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ 2 പീസായിട്ട് ഇട്ടത്. ഇതിന് പാൻറ്റീസിൻ്റെ ലെങ്ത്ത് വേണ്ടത് 11 ഇഞ്ചാണ്. നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് താഴത്തേക്ക് 11 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അതേപോലെ നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മുടെ വലത്ത് വശത്തേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത്.
5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇത് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. നമ്മളിനി താഴെ ഒരു 3 ഇഞ്ച് നമ്മുടെ ക്രോച്ച് ഏരിയ ആണ്, അത് നമ്മൾ 11 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് വലത്തേക്ക് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മൾ നേരത്തെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊരു 4 ഇഞ്ച് ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പിലിങ്ങ് വരച്ചു കൊടുക്കണം. പാൻറ്റീസിൻ്റെയൊക്കെ ഒരു ഇത് കാലിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ ഉണ്ടാവുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. മുകളിൽ നമ്മൾ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ട് വരെയായിരുന്നു അത്, അതും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ട് പീസിൽ നമ്മൾ കുറച്ച് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ഒരു 3/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 3/4 ഇഞ്ചിൽ നിന്ന് താഴത്തേക്കും മേലത്തേക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് വശത്ത് താഴത്ത് ഒരു സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റീസിൻ്റെയും ഫ്രോക്കിൻ്റെയും കട്ടിങ് കഴിഞ്ഞു. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഞാനിതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലേസിന് ചെറുതായിട്ടൊന്ന് ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം റൗണ്ടിൽ അടിച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, ക്രോസ് പീസ് എടുത്തിട്ട് ഈ ലേസിൻ്റെ മുകളിൽ കൂടെ വെച്ച് നല്ല വശത്തെ വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കണം. അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഒരു 4 ഇഞ്ച് വീതിയിൽ ഇതൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചെടുക്കണേ. അതോടെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിയും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് അതേപോലെ ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൽ നമ്മൾ ഹുക്ക് വെക്കേണ്ട ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ചെയ്തെടുക്കാം. നല്ല വശം കൂടി വെച്ചിട്ട് ആ ഷേപ്പിലൊന്ന് അടിച്ചെടുത്തിട്ട് അകത്തേക്ക് നമ്മൾ മറിച്ചിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുക്കണം. ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ക്രോസ് പീസ് അടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടുവാണ്. 2 ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്യാണ്, ഫ്രണ്ടും ബാക്കും. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ച് അടിച്ചില്ലേ, ആ അടിച്ച ക്രോസ് പീസ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫ്രണ്ട് വശമില്ലേ, ആ ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം ആ ക്രോസ് പീസ്, ബാക്കിൽ വെച്ച ക്രോസ് പീസ് നമ്മുടെ മുൻവശത്തെ പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗത്തെ പീസ്, ആ പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടി ഒന്നുകൂടി നോക്കിക്കോ. നല്ല വശവും ചേർത്ത് വെക്കുക. അതിന് ശേഷം ആ ക്രോസ് പീസ് എടുത്ത് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് മടക്കി വെച്ചു. എന്നിട്ട് നമ്മളതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടിയതിന് ശേഷം ബാക്കിലെ നെക്ക് ഉണ്ടല്ലോ, ആ ബാക്കിലെ നെക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ലെവലാക്കിയതിന് ശേഷം മടക്കി വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയും. ഇനി നമുക്ക് ഫ്രണ്ടിൽ പിന്നെ നമുക്ക് 2 സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിൻ്റെ സ്ലീവ് നമ്മൾ അത് എപ്പോഴും നമ്മൾ ഒരു 4 ഇഞ്ച് കുഴിച്ച് വെട്ടുമല്ലോ, ആ 4 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ കട്ട് ചെയ്യുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് 4 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ച് 2 സ്ലീവും അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി വീഡിയോയിൽ കാണിക്കാത്തത് ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ടാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്.
ഞാനിങ്ങനെ കുറച്ച് വേഗത്തിൽ കാണിക്കുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ പെടാണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിച്ചെടുക്കണം. ഇതൊക്കെ സിമ്പിൾ സ്റ്റിച്ചിങ് ആയതുകൊണ്ടാണ് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ സ്ലീവിൻ്റെ ഇതും കഴിഞ്ഞ് സ്ലീവിൻ്റെ ഭാഗവും അടിച്ച് കഴിയും. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത്, നമ്മളിതിൻ്റെ സൈഡ് അടിച്ച് കൂട്ടണം, അടിഭാഗം മടക്കി അടിക്കണം. ഇത്രയേ ഉള്ളൂ. എയർലൈൻ ഫ്രോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഒരുപാട് തുണിയോ ഒരുപാട് കട്ടിങ്ങോ കുറേ സ്റ്റിച്ചിങ്ങോ ഒന്നുമില്ല. എന്നാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് കഴിയുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പായിട്ട് നമുക്ക് ഇട്ട് നടക്കുകയും ചെയ്യാം മക്കൾക്ക് സുഖമായിട്ട്. ഇനി ഇത് നമുക്ക് സൈഡും ഞാൻ കൂട്ടി അടിച്ചിട്ടുണ്ട്, അടിഭാഗം മടക്കി അടിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ നമ്മൾ വേസ്റ്റ് നമ്മൾ ഒരു ഷേപ്പിൽ നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗത്ത് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ കൂടെയാണ് നമ്മളിതിൻ്റെ ഇലാസ്റ്റിക് അടിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ സെയിം ആയിട്ട് 9.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും വെക്കാൻ വേണ്ടിയിട്ട്. ഇലാസ്റ്റിക്കിൻ്റെ ഇഞ്ച് 9 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 20 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. അതിന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ 18 എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 9 2 പീസ് എടുത്തത്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നല്ലോണം വലിച്ചു പിടിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞാൽ ഒരു ഹുക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉടുപ്പ് കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ, അത് ഒരുപാട് വലിയ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഉണ്ടായാൽ മതി. 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുത്തത് ഉടുപ്പിൽ. ഇനി നമുക്ക് പാൻറ്റീസിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഉടുപ്പിൻ്റെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് അടിച്ച് നോക്കണം കേട്ടോ. അത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഉടുപ്പാണ്. പാൻറ്റീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം, കാലിൻ്റെ വശമാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിങ്ങനെ മടക്കി എടുക്കുമ്പോൾ അവിടെ ഒരു ചുളിവ് വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കാം. ഒരുപാട് കയറി കട്ട് ചെയ്യേണ്ട, ചെറിയൊരു കട്ടിട്ടിട്ട് 2 സൈഡിലും ഇതുപോലെ ഒരു ചെറിയ 1/4 ഇഞ്ച് നീളത്തിലുള്ള കട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് മടക്കി കഴിയുമ്പോൾ ആ ഒരു ചുളിവൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് മടക്കിയെടുത്ത് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ മടക്കി 2 വശവും തയ്ച്ചെടുത്തതിന് ശേഷം ഇലാസ്റ്റിക് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് 2 സൈഡ് ഇലാസ്റ്റിക് അടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം. 10 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ 2 പീസ് എടുത്തിട്ടുണ്ട്, 2 കാലിൻ്റെ ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തത്. ആ ഇലാസ്റ്റിക് അടിക്കാനുള്ള ഗ്യാപ്പിലിട്ടിട്ട് നമുക്ക് സൈഡ് അടിച്ചെടുത്തതിന് ശേഷം ആ ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് കടത്തി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. പാൻറ്റീസിൻ്റെ പണി പെട്ടെന്ന് തീരും. സൈഡും കൂടി ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലുണ്ടല്ലോ അരവണ്ണത്തിൻ്റെ ഒരു 3 ഇഞ്ചൊക്കെ കുറച്ചിട്ടെടുക്കുക. ഈ നല്ലോണം വലിയുന്ന ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 3 ഇഞ്ച് കുറച്ചെടുക്കാം. അത്ര വലിയുന്നില്ലാത്ത ഇലാസ്റ്റിക് ആണെങ്കിൽ 2 ഇഞ്ച്, ഇപ്പോൾ 22 നമ്മുടെ കുട്ടിയുടെ അരവണ്ണം എന്നെങ്കിൽ 20 ഇഞ്ച് ഇലാസ്റ്റിക് എടുക്കാം. ഇത് നല്ലോണം വലിയുന്ന ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ 19 ഇഞ്ചായിരുന്നു അരവണ്ണം, ഞാൻ 16 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതേപോലെ തന്നെ ഇലാസ്റ്റിക് കടത്തി വിടാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഇലാസ്റ്റിക് കടത്തി വിട്ടതിന് ശേഷം നമ്മൾ ഗ്യാപ്പ് ഇട്ട ഭാഗമുണ്ടല്ലോ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ
നമ്മുടെ പാൻറ്റീസിൻ്റെ പണിയും ഇവിടെ കഴിയും. നല്ല പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ഉടുപ്പും പാൻറ്റീസും ചെയ്തെടുക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.